യോഹന്നാൻ 4:4. നിന്റെ ഉള്ളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനാണ്. ഒന്നുകൂടി മതി. നിന്റെ ഉള്ളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനാണ്. അതുകൊണ്ട് നീ വിഷമിക്കരുത്, സങ്കടപ്പെടരുത്. എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും ദൈവം നിന്നെ നോക്കിക്കൊള്ളും. ഹല്ലേലൂയ. കൈ കിട്ടോ. ജീവിതത്തിൽ എപ്പോഴും എനിക്ക് ദൈവം നോക്കിക്കൊള്ളന്നെ. എന്തിനെത്ര ടെൻഷൻ? നമ്മള് ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യരാ, ദൈവത്തിലെ പ്രത്യാശ വയ്ക്കുന്ന മനുഷ്യരാ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 31-ാം തിരുവചനം എടുത്തേ. 40-31. യെശയ്യാ 40-31. സ്റ്റാൻഡേർഡ് ഭാര്യ ഒന്നുകൂടെ വായിച്ചു, തുടർന്നുകൊണ്ട് വായിച്ചു. മോള് യൗവനക്കാരുടെ വീടും എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. എങ്ങനെ? ആരെ കാത്തിരിക്കുന്നവരാ? യഹോവയെ കാത്തിരിക്കുന്നവരുടെ ലക്ഷണം തന്നെ. അവർ തളർന്നു പോവോ? അവർ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവോ? ഇല്ലാന്ന് പറഞ്ഞ വചനം പറയുന്നത്. നിന്റെ ജീവിതത്തിൽ നീ ചിന്തിക്കുന്ന ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ, ദൈവം നിന്റെ അടുത്തുണ്ടെങ്കിൽ, ദൈവം നിന്റെ ചാരയുണ്ടെങ്കിൽ നീ പേടിക്കണ്ട. റോമക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 31-ാം തിരുവചനം. റോമ 8:31. പഠിക്കുന്നത് ഇത് സംബന്ധിച്ച് നാം എന്ന് പറയുന്നു. സഹോദരി വായിച്ചോ. ഇത് സംബന്ധിച്ച് നാം എന്തു പറയുന്നു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമായി. ജീവിതത്തിൽ നീ ഓർത്തിരിക്കേണ്ട ഒരു വചനത, ദൈവം നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ നിനക്ക് ആരാ തടസ്സം നിൽക്കാം? ദൈവം നിന്റെ കൂടെ ഇല്ലെങ്കിൽ നിന്നെ ആരാ ചലഞ്ച് ചെയ്യാ? ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിന്റെ പ്രശ്നങ്ങളൊക്കെ എന്തൊട്ട് പ്രശ്നങ്ങളോ. അതുകൊണ്ടല്ല വചനം പറഞ്ഞു, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. നമ്മൾ പാടാറുള്ള പാട്ടുണ്ട്, അക്കരയ്ക്കു യാത്ര ചെയ്യും. എല്ലാവരും കൂടി ഒന്നിച്ചു കേട്ടോ. പുരുഷന്മാരുടെ ശബ്ദത്തെ എനിക്ക് കേൾക്കണം. നിങ്ങൾ പാടിക്കോട്ടോ. നമ്മൾ സൂപ്പർ പാട്ടാണ് കേട്ടോ. വെട്ടിക്കെട്ട് നിങ്ങൾ കേട്ടോ. എങ്കിലും നിങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ച് എല്ലാവരും എനിക്ക് പറയുന്ന പാട്ട് മാത്രമല്ല, നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പാടും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, സീസൺ ചെറുപ്പക്കാരൻ നല്ല പാട്ടുകാരാ കേട്ടോ. നിങ്ങളൊരു വിങ്ങ് മുഴുവൻ പാട്ടായിരിക്കും. ഞങ്ങളുടെ പാടിലൊക്കെ പാടുമ്പോൾ 4 പേര് 2 പേരൊക്കെ എനിക്ക് പാടുക. നിങ്ങൾ അങ്ങനെ ഒരു വിങ്ങ് പോയതാ, സൂപ്പറാണ് കേട്ടോ. അതുകൊണ്ട് എനിക്കറിയാം നിങ്ങൾ എല്ലാവരും പാട്ടുകാരാ. ഒന്നിച്ചൊന്ന് പാടിയേ. എങ്ങനെയുള്ള ദൈവം കൂടെ പറയുക? കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള ദൈവം പടവിലുള്ളത് നിന്റെ ജീവിതത്തിലുണ്ടെന്ന് അവിശ്വാസം ഉണ്ടാ? ആ വിശ്വാസം ഉണ്ടാ ഉണ്ടെങ്കിൽ നീ ഇത്തരത്തിൽ ടെൻഷൻ അടിക്കണേ. എന്റെ പൊന്നിടവ എന്തൊരു ടെൻഷനാണ് പറയാൻ മനുഷ്യർക്ക്. ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് ദൈവം വരുന്ന സമയത്ത് അതിന്റെ മേൽക്കുട്ടി ഇന്നാൾക്കടെ സ്ഥലത്ത് വിളിക്കുക. ഈ നമ്മുടെ തൃശ്ശൂര് നിങ്ങളങ്ങനെ ചിന്തിച്ചാൽ മതി. മേൽക്കുട്ടി തന്നെ വിളിക്കുക. അച്ഛൻ പ്രാർത്ഥിക്കുക, അച്ഛൻ പ്രാർത്ഥിക്കുക, അച്ഛൻ പ്രാർത്ഥിക്കുക. ഞാൻ പൊന്നിച്ച് പ്രാർത്ഥിച്ചോളാം മേൽക്കുട്ടിയെ.
എന്റെ പൊന്നച്ച പട്ടിണി വെച്ച മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ എന്തേ കടബാധ്യത വെച്ചാ ലക്ഷങ്ങൾ ബാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞ ദൈവത്തിന് പോയി കൊടുക്കുന്നില്ല. എത്ര വലിയ ബുദ്ധിമുട്ടാണെങ്കിലും ദൈവത്തിന് പോയി കൊടുക്ക. നിന്റെ ജീവിതത്തിന് പ്രശ്നങ്ങൾ ദൈവത്തിന് പോയി കൊടുക്ക. എന്തിനൊക്കെ ടെൻഷൻ അടിക്കണേ ഇടവയ്യുന്ന. അതുകൊണ്ടാണ് തമിഴ്നാട് പറഞ്ഞു വെച്ച അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും ഈ എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാന്ന്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാം തിരുവചനം വായിച്ചേ. നീ സുന്ദരിയാട്ടോ, നീ ഒന്നും നോക്കണ്ട. വായിച്ചോ. പേരുണ്ടാ അനന്യ, വെട്ടിക്കെട്ട് വരട്ടെ. അനന്യ കൊള്ളാം. ഓക്കെ, അനന്യ ആക്കി. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പി, എന്നിൽ വിശ്വസിപ്പി. ദൈവം പറയാ നിന്റെ ഹൃദയം നിനക്ക് കലങ്ങണേ, നിന്റെ മനസ്സിനെ എത്രയും വാങ്ങണേ, നീ എന്തിനെത്രയും കരയണേ. ഇടവേ ഞാനില്ല നിന്റെ കൂടെ. നീ എന്തിനെത്രയും രക്ഷണേ, നീ എന്തിനെത്ര പ്രശ്നം പിടിക്കുമ്പോ ദൈവമേ ചത്താ മതി, തീർന്നു, മരിച്ചാ മതി, ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. നിങ്ങൾ ചിന്തിച്ചോക്കിയേ, ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സൂയിസൈഡ് കേസുകൾ ഏത് സമുദായത്തിൽപ്പെട്ടവരുടെ അറിയോ? ക്രിസ്ത്യൻസിന്റെ ഇടയിലാണ്. ചിന്തിക്കണം. നമ്മൾ വളരെ ചെറിയൊരു വിഭാഗം ദേവത്തിലൊക്കെ വരുമ്പോ, പക്ഷെ ചിന്തിക്കണം, ഏറ്റവും കൂടുതൽ ആത്മഹത്യ കേസുകൾ വരുന്നത് ആരുടെ ഇടയില? നമ്മുടെ ഇടയില. ആരുടെ മക്കളാ? ദൈവത്തിന്റെ മക്കള്, പ്രത്യാശയുടെ മക്കള്, ഹോപ്പിന്റെ മക്കള്. ഹോപ്പിന്റെ പ്രത്യാശ. പ്രത്യാശയുടെ മക്കളാണ് സുവിശേഷകന്. നിങ്ങൾ ഏതെങ്കിലും ജയിലിൽ പോയ ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസുകളിൽ കൊണ്ടുവരുന്നവരാ. അഭിമാനിക്കണോട്ടോ, അഭിമാനിക്കണം. 1-ാം സ്ഥാനത്താ കേട്ടോ. അഭിമാനം തുടങ്ങണം നമ്മുടെ മനസ്സിൽ. ഏറ്റവും കൂടുതൽ കൺവെൻഷൻ നടക്കാം. എന്റെ അമ്മേ, ഇതെല്ലാം കേട്ടിട്ടാണ് ഈ പരിപാടി. നിങ്ങൾ ചിന്തിക്കണേ, എന്റെ ദൈവം ഉണ്ടെങ്കിൽ ഞാൻ ഇതിനെ പേടിക്കണ, എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഇതിനെ സങ്കടപ്പെടുന്ന, എന്റെ ദൈവം നോക്കിക്കോളന്നെ. എന്റെ അപ്പൻ എപ്പോഴും പാടുന്ന ഒരു പാട്ടിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പാട്ട് കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും ആ പാട്ട് പാടുന്നൊരു മനുഷ്യൻ. പണ്ടത്തെ ഒരു പാട്ടാണ്, വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ടൊരു പാട്ടാണ്. ദുഃഖത്തിന്റെ പാനപാത്രം എന്ന് പറയോ? ദുഃഖത്തിന്റെ പാനപാത്രം കയ്യിൽ തന്ന കർത്താവെ സന്തോഷത്തോടെ ചിരിച്ചിട്ട് ഒരു കാര്യം ഞാൻ പറയും, ഒരു ക്യാൻസർ ഒക്കെ തരാം എന്ന് പറയോ? കർത്താവെ മമ്മിട്ടോ ക്യാൻസർ ഒക്കെ തന്നല്ലോ പറയോ? അല്ലെങ്കിൽ പറയോ? ഒരു കടബാധ്യത തരാം, ലക്ഷങ്ങളുടെ കടബാധ്യത. നിങ്ങൾ പറയോ ദൈവമേ ഇത്രയും കടബാധ്യത തന്നത് നന്ദി പറയോ? ഇല്ല. പാട്ടൊക്കെ പാടാൻ ഭയങ്കര എളുപ്പമാണ്. അല്ലേ? ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്ന ചിരിച്ചിട്ട് സന്തോഷത്തോടെ ഞാനതിനെ വാങ്ങിച്ചിട്ട് ഹല്ലേലൂയ പാടുന്നു. കടബാധ്യത ഹല്ലേലൂയ പറയും, രോഗങ്ങളുടെ ഹല്ലേലൂയ പറയും, തടസ്സങ്ങളുടെ ഹല്ലേലൂയ പറയും. പറയോ? തന്നെ പൊളിക്കും കേട്ടോ. നമ്മളാ കേട്ട വഴി കർത്താവെ കടബാധ്യത നീ എന്തിരിക്കണോ? നീ എന്താ ഇടപെടാത്ത, എന്റെ മാറ്റാത്ത, എന്റെ തരാത്ത, എന്തേ പ്രത്യാശയുടെ മക്കളാ. കൊച്ചിന്റെ കല്യാണം വൈകിയ ദൈവമേ, എന്റെ കൊച്ചിന്റെ കല്യാണം മാത്രം നടന്നിട്ടില്ല, അപ്പുറത്തവരൊക്കെ നടന്നു, ഇപ്പുറത്തവരൊക്കെ നടന്നു. നമ്മൾ ചിന്തിക്കണം, ജീവിതത്തിൽ നമ്മൾക്കൊരു പ്രശ്നം വരുമ്പോ നീ എന്തിന് ഇത്രയും ടെൻഷൻ എടുക്കണേ? ദൈവം നോക്കിക്കോളും. ഈ പാട്ടാൻ എഴുതിയോ? സാധു കൊച്ചു കുഞ്ഞുങ്ങളെ ഉപദേശിച്ച പാട്ടൊരു ഉപദേശിച്ച
ചങ്ങനാശ്ശേരി അടുത്ത് ചെങ്ങന്നൂരുകാരനായിട്ടും മനുഷ്യൻ എഴുതിയൊരു പാട്ടാണ്. ഇദ്ദേഹത്തിന് ഈ ഉപദേശികൾ നിങ്ങൾക്കറിയാം. പണ്ടത്തൊക്കെ ഈ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. മൈക്കിൽ കിട്ടി പ്രസംഗിക്കുന്ന ആൾക്കാര് കൃത്യമായിട്ട് അറിയുന്നുണ്ട്, എന്നെക്കാളും നന്നായിട്ട്. നിങ്ങൾ ഓർത്തോക്കണം, അദ്ദേഹത്തിന് ഒരു ചെറ്റക്കുള്ളിൽ അദ്ദേഹം താമസിച്ചിട്ടില്ല. 3 മക്കളെ അദ്ദേഹത്തിന്. ഇദ്ദേഹം ശ്രീലങ്കയിലെ സുവിശേഷ ഡൽഹിയായിട്ട് പോയപ്പോ കേൾക്ക, ഇദ്ദേഹത്തിന് 2ാമത്തെ മകൻ സാമുവേല് ഒരു അസുഖം ബാധിച്ചു മരിച്ചു. ഇദ്ദേഹം അവിടുത്തെ സുവിശേഷ വേല നിർത്തി തന്റെ നാട്ടിലേക്ക്, ചങ്ങനാശ്ശേരി അടുത്തുള്ള ചെങ്ങന്നൂർ എന്ന നാട്ടിലേക്ക് കടന്നു വരുമ്പോ നാട്ടുകാരും വീട്ടുകാരൊക്കെ കരയാ. കാരണം സാമുവേല് നല്ലൊരു പൈതല, ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഒരു പൈതല്, എല്ലാവർക്കും മാതൃകയായ ഒരു പൈതല്, നല്ലൊരു മകൻ. എന്തുകൊണ്ട് ദൈവം അവനെടുത്തു? എല്ലാവരും ചോദ്യത് ഇത്രയും വലിയൊരു അവസരത്തിന് അവന് കൊടുത്തു. എന്തിനാ ദൈവം ഇങ്ങനെ ഒരു കമ്പിച്ചോറയില്ലാതെ പെരുമാറിയ? എല്ലാവർക്കും അറിയാം. ചിലര് പരിഹസിക്ക, അവൻ പ്രാർത്ഥിക്കാൻ പോയിട്ട് എന്തൊക്കെ കിട്ടിയേ, അവൻ നിലവിളിച്ചിട്ട് എന്തൊക്കെ കിട്ടിയേ, അവൻ ഇതുപോലെ ദൈവത്തിന്റെ അടുത്ത് നടന്നിട്ട് പ്രസംഗിക്കാൻ നടന്നിട്ട് എന്തൊക്കെ ദൈവം അവന് കൊച്ചിന് കൊടുത്തേ. എല്ലാവരും പരിഹസിക്ക, എല്ലാവരും കളിയാക്ക, കുറെ പേര് കരയ, കുറെ പേര് നിലവിളിക്ക, കുടുംബം മുഴുവൻ ചക്ക പൊട്ടി നിലവിളിക്ക. ആ പന്തിയിലേക്ക് മനുഷ്യൻ വരണേ. സ്വന്തം മകൻ മരിച്ചു കിടക്കുന്ന ഒരു പന്തിയില്, ആ പന്തിയിൽ ഇങ്ങനെ കടന്നു വരുമ്പോ ആ മകന്റെ തണുത്തുറഞ്ഞ ശരീരത്തെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഇനി ഒരിക്കലും അപ്പ എന്ന് വിളിക്കാത്തവന്റെ മുഖത്തേക്ക് നോക്കി, ഇനി ഒരിക്കലും മോനെ എന്ന് വിളി കേൾക്കാത്തവന്റെ മുഖത്തേക്ക് നോക്കി, ഇനി ഒരിക്കലും ചേർത്ത് പിടിക്കാത്തവന്റെ കരങ്ങളെ ചേർത്ത് പിടിച്ചിട്ട് ഈ സാധു കൊച്ചു കുഞ്ഞെന്ന് പറഞ്ഞ ഉപദേശി പാടിയ പാട്ടത് ഇന്നും 100-110 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട പാട്ട്. ഇത് എവിടെ പോയാൽ ക്രിസ്ത്യാനികളായി ജീവിക്കുന്ന മനുഷ്യരുടെ മുമ്പിൽ എവിടെ പോയി പാടിയാൽ അവർ പാടും. അന്ന് എഴുതപ്പെട്ട പാട്ട് ഇന്നും നമ്മുടെ മനസ്സിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ആ മനുഷ്യനെ കണ്ണീര് കൊണ്ട് എഴുതിയൊരു പാട്ടാ. ആ മനുഷ്യൻ പാടിയത് എങ്ങനെയാ? സ്വന്തം മകൻ മരിച്ചു കിടക്കുന്ന ഒരു പന്തിയില് തന്റെ സ്നേഹിക്കുന്ന പൈതല് നാളെ തൊട്ട് തന്റെ കൂടെയില്ല എന്ന ഉറപ്പോടുകൂടെ ആ മനുഷ്യൻ പാടിയ പാട്ട്. ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്ന സന്തോഷത്തോടെ ഞാനത് വാങ്ങിച്ചിട്ട് ദൈവത്തിന്റെ ഹല്ലേലൂയ പാടുന്നു. ഒരു തുള്ളി കണ്ണീര് പൊടിക്കാതെ മനുഷ്യൻ പാടിയ പാട്ട്. സ്വന്തം മകൻ മരിച്ചു കിടക്കുമ്പോ എനിക്ക് പറ്റുമോ? ഭയങ്കര പാട്ടാ. ഏറെ പ്രശ്നങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തില്. എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ട്, സങ്കടങ്ങളുണ്ട്, തടസ്സങ്ങളുണ്ട്, ഒത്തിരി വേദനകളുണ്ട് നമുക്ക്. പക്ഷെ നീ ഓർക്കണം, ദൈവമുണ്ട് ഇതിനപ്പുറം. നിന്റെ പ്രശ്നങ്ങളുടെ നടുവില്, നിന്റെ കണ്ണീരിന്റെ കാരണത്തിന് മുന്നിൽ നീ നിൽക്കുമ്പോ പറയണം, ദൈവം ഉണ്ട് എന്റെ കൂടെ. ആ ദൈവം നോക്കിക്കൊള്ളുന്നു. അതുകൊണ്ട് നമ്മൾ പറയണേ, എമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. എമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. നമ്മുടെയൊക്കെ ജീവിതത്തില് ഓർക്കണം, എത്ര വലിയ പ്രശ്നമാണെങ്കിലും, എത്ര വലിയ സങ്കടമാണെങ്കിലും നീ ചിന്തിക്കണം, എന്റെ ദൈവം എന്നെ നോക്കിക്കൊള്ളും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 40-ാം തിരുവചനം ഒന്ന് വായിച്ചേ. 11:40. പെട്ടെന്ന് ഈശോയോട് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. അത് മാത്രം കേട്ടാൽ മതി. നീ വിശ്വസിക്കും ദൈവത്തില്. നിന്റെ സങ്കടം വരുമ്പോ ഈ സങ്കടത്തെക്കാൾ ഒരു ദൈവത്തിൽ വിശ്വസിക്കും. നിന്റെ പ്രശ്നങ്ങൾ വരുമ്പോ നിന്റെ പ്രശ്നങ്ങളെക്കാൾ നീ ദൈവത്തിൽ വിശ്വസിക്കും. നിന്റെ ബുദ്ധിമുട്ടുകൾ വരുമ്പോ നീ ദൈവത്തിൽ വിശ്വസിക്കും. എത്രയോ പേര് രക്ഷപ്പെട്ടിട്ടുണ്ടോ? ഞാൻ ഈ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞേ, എന്റെ അടുത്ത് വരുന്ന കരഞ്ഞു വരുന്ന മക്കളെ സന്തോഷത്തോടെ തിരിച്ചു പോകണമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയണേ, നീ എത്ര വലിയ പ്രശ്നമാണെങ്കിലും ദൈവത്തിൽ വിശ്വസിക്കും. ദൈവം നോക്കിക്കോളും നിന്നെ കേട്ടോ. ഈ പ്രസംഗത്തിന് എനിക്കുള്ള പ്രശ്നങ്ങള് ഞാനത് നാളെ നിന്നോട് കൃത്യമായിട്ട് പറയും. ഇതിപ്പോ അധികം സമയമില്ലെന്ന് എനിക്ക് തോന്നുന്നു. നിന്നോട് തൊഴിലെ പറഞ്ഞേക്കണേ. അതുമില്ല. ബോറടിക്കുണ്ടോ? അറിയോ? ഓക്കെ, കംഫർട്ടബിൾ, പ്രശ്നമൊന്നുമില്ല. എത്ര നേരം പറഞ്ഞാലും കേട്ടിരിക്കും. നീ എന്നെ തള്ളാതെ കുറച്ചൊക്കെ തന്നില്ല കേട്ടോ. ഇതുപോലൊക്കെ തള്ളി ഞങ്ങളിവിടെ തീർച്ചു ഇതുപോലെ തള്ളിക്കൊണ്ടിരിക്കുക. എത്ര നേരം പറഞ്ഞാലും കേട്ടിരിക്കുന്നത്. കുറച്ചൊക്കെ കഴിയുമ്പോഴേക്കും തീർത്താറായി അങ്ങനൊന്നും ഇല്ല കേട്ടോ. ഇത് നല്ല മനുഷ്യരാണ് ആശ്രയിച്ച. പക്ഷെ ജീവിതത്തിൽ ഓർക്കുക, ദൈവം ഉണ്ടെന്നില്ല കേട്ടോ. ഈ പ്രസംഗത്തിൽ എനിക്ക് നിങ്ങൾക്കുള്ള പ്രശ്നങ്ങള്
ഞാനിവിടെ പ്രസംഗിക്കുന്ന ആളെ കുറിച്ച് കൃത്യമായിട്ട് ഞാൻ പറയും. എന്റെ അപ്പനും ക്യാൻസർ പേഷ്യൻസാ, രണ്ടുപേർക്ക് ക്യാൻസറാ. അപ്പന് ക്യാൻസറാ, അമ്മയ്ക്കും ക്യാൻസറാ. വീട്ടിൽ രണ്ടുപേരും തന്നെയാ. ഒരു പ്രശ്നം വരുമ്പോൾ ഒരു സങ്കടം വരും. ഞാനിന്ന് നോക്കാം, കുറച്ച് നാളുമ്പോൾ എന്റെ അമ്മയ്ക്കും സ്ട്രോക്ക് കൂടി വന്നു. ആകെ തളർന്നുപോയ നിമിഷം എന്റെ ജീവിതത്തിൽ, എന്റെ ജീവിതത്തിലെ ഏറ്റവും സങ്കടം വരുന്ന നിമിഷം. ഞാനത് തിരുവനന്തപുരത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഒന്നാമത് അപ്പനമ്മയ്ക്ക് ക്യാൻസർ. എന്ത് ചികിത്സിക്കാനല്ല, പലപ്പോഴും പ്രസംഗിക്കാൻ പോയിട്ട് പേടിയാ. പെങ്ങളെ പിടിച്ച് നിർത്തും വീട്ടില്. അങ്ങനെയാ പോണേ പലപ്പോഴും. ഞാൻ തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകര പള്ളിയിൽ പ്രസംഗിക്കാൻ നേരത്ത് അപ്പനറിയാൻ ഞാൻ പിന്നെ എന്തിനാ വിളിച്ചോണ്ടിരിക്കണേ. അപ്പനെടുത്ത് വിളിക്കാൻ അറിയാം, എടാ നമ്മളിവിടെ തോന്നലാണ് കിടക്ക. അപ്പനും എടുത്തേണ്ടേ, അപ്പന് വയ്യ. നമ്മളുടെ അപ്പ ഞാൻ തിരുവനന്തപുരത്തപ്പ ഞാൻ ചെയ്യാനാ. അപ്പം പറഞ്ഞു, മോനെ അപ്പനെന്ത് ചെയ്യാനാ, അപ്പനൊന്നും ചെയ്യാൻ പറ്റില്ല, നീ എന്തെങ്കിലും ചെയ്യേ. അപ്പൊ ഞാനിവിടെ തിരുവനന്തപുരത്ത് അവിടെ എത്തിപ്പിടിക്കാൻ 5 മണിക്കൂറുണ്ട്, എനിക്ക് എത്താൻ പറ്റത്തില്ല. അപ്പൊ എടാ നീ എന്തെങ്കിലും ചെയ്യുക, അമ്മയുടെ കിടക്കുക, ഞാൻ എന്താ ചെയ്യില്ല, അമ്മ പിന്നടില്ല, നീ എന്തെങ്കിലും ഒന്ന് ചെയ്യും. ഞാൻ ഇവിടെ ഫോമിലേക്ക് എനിക്ക് 10ാം ക്ലാസ് കഴിഞ്ഞ സെമിനാർ, ഞങ്ങൾ ഈ 10ാം ക്ലാസ് കഴിഞ്ഞ സെമിനാരിൽ പോകും. ഞങ്ങൾക്ക് 12 വർഷമുണ്ട് സെമിനാരിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഞങ്ങൾ ഈ സെമിനാരിൽ പോയതുകൊണ്ട് നാട്ടിലൊക്കെ ബന്ധങ്ങൾ എനിക്ക് വളരെ കുറവാ. എനിക്ക് കുറച്ച് കൂട്ടുകാർ അവരൊക്കെ 10ാം ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു പോയി ബന്ധങ്ങൾ കുറവാ. എനിക്ക് അച്ഛന്മാരായിട്ട് വലിയ ബന്ധങ്ങളുണ്ട്. അപ്പൊ എന്റെ തൊട്ടടുത്തുള്ള പള്ളിയിൽ അച്ഛനുണ്ട്. അച്ഛനെ വിളിച്ചു, അച്ഛാ എന്റെ വീട്ടിലൊക്കെ ചെല്ലാമോ, എന്റെ അമ്മ തീരെ വയ്യ. അച്ഛൻ പറഞ്ഞു, അച്ഛൻ ഞാൻ പോക്കോളാം. അച്ഛൻ പോകുമ്പോൾ അച്ഛൻ ടെൻഷൻ അടിച്ചില്ല. ഞാൻ അവിടെ ഭക്ഷണം കഴിക്കാൻ പോയതാ. പ്രസംഗം കഴിഞ്ഞ് പള്ളിമേടയില് ഈ ഇതുപോലെ മിഷൻ ഹൗസില് ഭക്ഷണം കഴിക്കാൻ പോയതാ. ഭക്ഷണം കഴിച്ചിട്ട് അച്ഛനെ അപ്പനും വാങ്ങിച്ചിട്ട് പിന്നെയും പള്ളി ചെന്നിട്ട് ഞാൻ ചെന്നയോ, നേരെ ഞങ്ങൾക്കറിയാം ലാറ്റിൻപള്ളിയാ, നിങ്ങൾക്കറിയാം കർത്താവിന്റെ തൂങ്ങപ്പെട്ട രൂപം ഉണ്ടാവില്ല, നിങ്ങൾക്കറിയാലോ. ഞാൻ പള്ളിയിലകത്ത് കയറി കർത്താവിന്റെ തൂങ്ങപ്പെട്ട രൂപത്തിൽ ഇങ്ങനെ പിടിച്ചു. എന്റെ സങ്കടം കണ്ടി അച്ഛൻ കൂടി വന്നു എന്റെ അടുത്ത്. അച്ഛൻ ചോദിച്ചാൽ എന്താ പ്രശ്നം? അച്ഛാ അമ്മയ്ക്ക് തീരെ വയ്യ, അമ്മയ്ക്ക് എന്താ, അമ്മ മിണ്ടണില്ല, അമ്മ ബോധനാണ് കിടക്കാം, എന്ത് ചെയ്യും? ഞാൻ അച്ഛനോട്, അച്ഛാ ഞാൻ പള്ളിയിൽ പോവാ. അച്ഛനെന്റെ കൂടെ സങ്കടം കണ്ടിട്ട് അച്ഛനെന്റെ കൂടെ വന്നു. അച്ഛൻ താഴെ നീലവരിൽ പ്രാർത്ഥിച്ചു. ഞാൻ ആൾക്കാരെ കയറിയിട്ട് തൂങ്ങപ്പെട്ട കർത്താവിന്റെ രൂപത്തിൽ വട്ടം പിടിച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇങ്ങനെയാ, ദൈവമേ എനിക്ക് എന്റെ അമ്മേനെ വേണം, നിനക്ക് വേണ്ടി ഞാൻ അവിടെ വന്നേക്കണേ. നിങ്ങൾ പറഞ്ഞ 2-3 കുറച്ച് 4-5 മാസങ്ങൾക്ക് മുമ്പ് സംഭവിച്ചൊരു കാര്യം, ഈ തിരുവനന്തപുരത്ത് സംഭവിച്ചൊരു കാര്യം. ഞാൻ ഈ തൂങ്ങപ്പെട്ട കർത്താവിനെ ഇങ്ങനെ കുരിശിപ്പിക്കുന്ന വട്ടം പിടിച്ചു, എനിക്ക് എന്റെ അമ്മേനെ വേണം, എനിക്ക് വേറെ അറിയില്ല, എനിക്ക് എന്റെ അമ്മേനെ വേണം, എനിക്ക് അറിയാവുന്നില്ല, എനിക്ക് എന്റെ അമ്മേനെ വേണം. ഞാൻ അവിടെ ഇരുന്നു. ഇവൻ എന്റെ കൂട്ടുകാരൻ അച്ഛൻ എന്റെ അമ്മനെ വിളിച്ചുകൊണ്ട് തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ ചെന്നു. കാണിച്ചപ്പോ തന്നെ പറഞ്ഞു, അമ്മയ്ക്ക് സ്ട്രോക്കാ, പെട്ടെന്ന് സ്ട്രോക്ക് വന്നതാ. അമ്മയുടെ ഓർമ്മൊക്കെ പോയി. എന്നെ കുറച്ച് നേരത്തെ 11-11:15 ഇവരെന്നെ വിളിച്ചേക്കാം, ജിനുവേ എന്റെ അമ്മയ്ക്ക് സ്ട്രോക്കാ, ഡോക്ടർമാര് പറഞ്ഞത് ഇപ്പൊ കൊണ്ടുവന്ന് നന്നായി, കുറച്ചുകൂടി കഴിഞ്ഞ് അമ്മ പോയേനെ. നിങ്ങൾ ഓർക്കണം, നമ്മൾ പ്രാർത്ഥിക്കുന്നത് ചിന്തനക്കാരനായ ദൈവത്തോടല്ല. അവൻ പറഞ്ഞ നടക്കും, അവൻ വിചാരിച്ച നടക്കും, അവനെ വിളിച്ച കിട്ടിയിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കുന്നത് മരത്തോടാണോ, മണ്ണിനോടാണോ, കല്ലിനോടാണോ? അല്ല, പിന്നെ എങ്ങനെയുള്ള ദൈവത്തോടാ? ജീവിക്കുന്ന ജീവനുള്ള ദൈവത്തിന് മുന്നിലാണ് നീ നിൽക്കണേ. ആ ദൈവം കൊണ്ട് നിന്നെ നോക്കാം. വലിയ സങ്കടമാണെങ്കിൽ നിന്റെ പ്രാർത്ഥന മുറിയിൽ പോയിട്ട് ആ പ്രാർത്ഥിക്കുന്നതിന് മുമ്പില് ആ കുരിശെടുത്ത് താഴെ വാങ്ങിയിട്ട് നിൽക്കണം. ദൈവമേ എനിക്ക് ആരുമില്ല, നീ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ടോ? നിന്റെ സങ്കടത്തിന് ഉത്തരവുണ്ടോ? നിന്റെ പ്രശ്നങ്ങൾക്ക് ഉത്തരവുണ്ടോ? നിന്റെ ജീവിതത്തിന്റെ ഏത് സങ്കടം മുമ്പിലും ദൈവം വന്ന് നിൽക്കും. അവൻ സ്വർഗം തുറന്നിറങ്ങി വരും നിന്റെ പ്രശ്നങ്ങളുടെ മുമ്പിൽ. നീ അത് വിശ്വസിക്ക്. അപ്പോഴെ നിന്റെ ജീവിതത്തിന് അഭിഷേകം ഉണ്ടാവണേ, അനുഗ്രഹം ഉണ്ടാവണേ കേട്ടോ. പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവിതത്തിൽ എപ്പോഴും ഓർത്ത് കർത്താവ് നിന്ന് എന്റെ കൂടെ. ഇപ്പൊ 9:15 എത്തിക്കോട്ടെ, വേണ്ടേ? എനിക്കിത് ചിന്തിക്കുന്നു കേട്ടോ. ഞാൻ യാത്രയിലൊക്കെ ഇന്നലെ കൂടി ധ്യാനം കഴിഞ്ഞു, ഇന്ന് കൂടി ഉണ്ട്. നാളെ വരുമ്പോ നമുക്ക് കുറച്ചുകൂടി നേരം കേൾക്കാം, കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ. കുഴപ്പമില്ല, കംഫർട്ടബിൾ. ഞാനിങ്ങനെ പറഞ്ഞ പോലെ കുറച്ചുകൂടി ആധികാരികമായിട്ട് ചെയ്യിക്കാമെന്ന് പറയണോ? സീരിയസ് വേണ്ടല്ല, ഇതുപോലെ പോയ പോലെ യുവജനങ്ങളൊക്കെ വരുന്നോണ്ടാണ് പറയണേ. യുവജനങ്ങൾക്ക് ഇതൊന്നും പറ്റത്തില്ല, കാരണം സീരിയസ് ഒക്കെ ആയിപ്പോയാൽ
ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ടാണ് കേട്ടോ നിങ്ങളുടെ ഭാഷയിൽ സംസാരിക്കുന്ന കുറച്ചൊക്കെ കുഴപ്പമില്ല നീ വിശ്വസിക്കുന്നു. അപ്പൊ നാളെ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കാണാം. അച്ഛനോട് റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങളെ കൂടെയുള്ളവരെ കൂടി വിളിച്ചിട്ട് വരണം കേട്ടോ. അത് ജീവിത പങ്കാളി വിളിച്ചിട്ട് വരണം. ഈ കൺവെൻഷനൊക്കെ വയ്ക്കുമ്പോൾ ഒരാളെ കൂടിയിട്ട് കാര്യമില്ല. നമ്മുടെ കുഴപ്പമൊന്നുമില്ലോ, കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ കുറേ സ്ത്രീകൾ ഈ പുരുഷന്മാരെ അവര് ജോലി കഴിഞ്ഞിട്ട് ചിലപ്പോൾ 8 മണിക്ക് വരാൻ പറ്റുള്ളൂ മതി, 8:15 വരാൻ പറ്റുള്ളൂ മതി, 8:30 വരാൻ പറ്റുള്ളൂ മതി. ഞാൻ പറയുന്നത് അറിയോ, നിങ്ങളെ എപ്പ വന്നല്ല വന്നാ മതി. എപ്പോഴാണെങ്കിലും വന്നാൽ 10 മിനിറ്റ് വചനം കേൾക്കാൻ പറ്റുള്ളൂ മതി. ആ 10 മിനിറ്റ് വചനം കേട്ടിട്ട് നിങ്ങളുടെ ജോലി വേണമെന്ന് പറയത്തില്ല. കാരണം എനിക്കറിയാം നിങ്ങൾ നല്ല ക്ഷീണത്തിൽ വന്നല്ല. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അധ്വാനിച്ചിട്ട് നിങ്ങൾ വന്നിരിക്കുക. അച്ഛൻ അറിയാം, അച്ഛന് മനസ്സിലാവും. കുട്ടികളാണെങ്കിൽ ക്ലാസ്സിൽ പോയിട്ട് വന്നിരിക്കുക. നിങ്ങളുടെ പിള്ളേരെ കൊണ്ടുവരണം കേട്ടോ. ഈ മുന്നിലിരിക്കുന്നത് ഇത്രയും പിള്ളേരല്ല, ഇവിടെ നിങ്ങൾക്ക് ഇത്രയും കൊണ്ടുപോകും. നിങ്ങളുടെ കാര്യം ചോദിച്ചാൽ എന്റെ കാര്യമല്ല, എനിക്ക് പിള്ളേരൊന്നുമില്ല തന്നെ. പറ, നിങ്ങൾക്ക് ഇത്രയും പിള്ളേരുണ്ടോ? നീ എത്ര കല്യാണം കഴിച്ചത്? ഞാൻ നിങ്ങളോട് ചോദിച്ച സീനിയർ സിറ്റിസൺസ് ഇടവരെ നിങ്ങൾ മക്കളെ പള്ളി കൊണ്ടുപോവാ. ഞാൻ ഒരു കാര്യം പറഞ്ഞു, എനിക്ക് എപ്പോഴും കുട്ടികളെ കേട്ടിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ പറഞ്ഞു. ഞാൻ അവരോട് ചോദിക്കുന്നു, എത്ര കുട്ടികളെ കൊണ്ടുവരണമെന്നറിയോ? പണ്ടൊക്കെ നമ്മുടെ മക്കൾക്ക് ഇത്രയും പ്രശ്നങ്ങൾ. കഴിഞ്ഞ ദിവസം ഒരു 2 പെൺകുട്ടികളെ കൊണ്ടുവന്നു. എന്നിട്ട് 10ാം ക്ലാസ്സിൽ പഠിക്കണതാ, സിഗരറ്റ് വലിക്കും. പറഞ്ഞു കൊടുത്തും സംസാരിച്ചു കൊടുത്തും വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ 2 ക്രിസ്ത്യൻ കുട്ടികളാ. പ്രാർത്ഥനയില്ല, പള്ളി പോകാറുണ്ടോ? നിങ്ങൾ ചിന്തിച്ചോക്കെ, പണ്ടൊക്കെ നമ്മുടെ പിള്ളേരൊക്കെ പള്ളിയിൽ നിന്ന് കൺവെൻഷനൊക്കെ പിള്ളേർ വന്നിരിക്കും കുറെ എണ്ണങ്ങൾ. ഇപ്പൊ ഈ വന്നേക്കണ പിള്ളേരെ പ്രത്യേകം ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു കേട്ടോ. നിങ്ങൾ സൂപ്പറാ. ഞാൻ പറഞ്ഞത് മറ്റു പിള്ളേരെ കൂടി അവർ പഠി. നമ്മുടെ കുഴപ്പമറിയോ, പിള്ളേരൊക്കെ ചെറുതത്തി നിങ്ങളൊക്കെ ചെറുതത്തി, പിള്ളേരൊക്കെ ചെറുതത്തി, കുട്ടികളൊക്കെ ചെറുത് വെക്കാൻ. എടാ നിങ്ങളുടെ ചെറുതില്ലേ? പൊത്തടാ പൊത്തറിയോ? നമ്മുടെ കുഴപ്പമറിയോ, നമ്മൾ ഈ പഠിക്കും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഈ പഠിക്കുന്ന പിള്ളേരൊക്കെ ജീവിതത്തിൽ രക്ഷപ്പെടുന്നത്? അവർക്ക് ദൈവത്തിന് അനുഗ്രഹമുണ്ടെങ്കിലേ രക്ഷപ്പെടുള്ളൂ. നിങ്ങൾ ആദ്യം ഇത് ചിന്തിക്കണം. ഈ പഠിച്ചിട്ട് കാര്യമില്ല, അവർക്ക് ദൈവകടാക്ഷം വേണം, ദൈവത്തിന്റെ അനുഗ്രഹം വേണം, എന്നാലും രക്ഷപ്പെടുള്ളൂ. തോന്നാം, നന്നായിട്ട് പഠിക്കണം, എപ്പോഴും പഠിക്കണം, ഒരു നിമിഷം പോലും മുടക്കാതെ പഠിക്കണം. ഞാൻ കാര്യം പറഞ്ഞതാ. നിങ്ങൾ പണ്ട് ചിന്തിച്ചോക്കെ, ഞാനൊക്കെ എന്റെ അപ്പനെ പറഞ്ഞ കാര്യം അറിയോ? എന്റെ അപ്പൻ എനിക്ക് ആകെ തന്നിട്ടുള്ളത് പഠിക്കാൻ പോയിട്ട് അമ്മ പറയാറില്ല. പക്ഷെ പള്ളിയിൽ പോണ കാര്യത്തിൽ എന്റെ അപ്പനൊന്ന് കർശനായിരുന്നു. പള്ളിയിൽ പോണ കാര്യത്തിൽ എന്റെ അപ്പൻ, എന്റെ പൊന്നോ എന്തുകൊണ്ട് സാധനം അറിയോ? താനി ഈ പറയാ കാട്ടുപോത്തിന് സ്വഭാവം എന്റെ അപ്പൻ. എന്റെ വീഡിയോസ് എല്ലാം കാണുന്നുണ്ടോ? പുള്ളി ഇതൊക്കെ കഴിക്കുന്നത് ലഹരായിട്ട്. നാലും പറയും താണ്ടി കാട്ടുപോത്ത് ഒരക്ഷരം പറഞ്ഞാൽ എടുക്കുന്നില്ല. അതുപോലെ തന്നെ എന്നല്ല എന്തെങ്കിലും വെച്ചാൽ അത്രേ ഉള്ളൂ. അല്ലാതെ ഒരു അക്ഷരം പറയില്ല. ഞാൻ തന്നെ എന്റെ വീട്ടിൽ തന്നെ ചോദിച്ചു, എന്തിനാ പറഞ്ഞ? ഞാൻ പറഞ്ഞ അമ്മ വീടല്ലേ, അതിന് പള്ളി പോയത്. ഞാൻ ഇന്നോർത്തയോ, എനിക്ക് ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടം ഈ മറക്കട വൃത്തിക്കാരനായ കാട്ടുപോത്തിന്റെ സ്വഭാവം എന്റെ അപ്പനെയുണ്ടോ? അത് വേറെ അറിയാം. എന്റെ അമ്മ സ്നേഹത്തിന്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന അമ്മയാണ്. ഭയങ്കര സ്നേഹം എന്റെ അമ്മയ്ക്ക്. എത്ര സ്നേഹത്തോടെ ചേർത്തിരിക്കാൻ പറ്റുമോ അതുപോലെ സ്നേഹിക്കുന്ന അമ്മ എന്റെ അമ്മ. അതുപോലെ സ്നേഹം. എന്റെ അമ്മയോടൊക്കെ ഫോൺ വിളിച്ച 2 മിനിറ്റുള്ള ഫോൺ വിളിച്ചിട്ടോ. എന്തേ അപ്പൊ എന്തിനു വിശേഷിച്ചോ? ഒന്നുമില്ല, കളിക്കുന്നുണ്ടോ? ഒന്നുമില്ല, വേറെ എന്തെങ്കിലും ഒന്നുമില്ല. എന്നെ അമ്മയ്ക്ക് കൊടുക്കണം. 1 മണിക്കൂർ സംസാരിച്ചാലും അതിന്റെ വിശേഷത്തിൽ ഇവരില്ല. എത്ര നേരം വേണമെങ്കിലും സംസാരിക്കും. എന്നിട്ട് ഈ പറഞ്ഞ സകലമായ ആൾക്കാരെ യുവജനക്കാരൊക്കെ കുറ്റങ്ങളാ. നമ്മളിപ്പോ ഒരു സങ്കടം കൊണ്ടാണ് അമ്മേനെ വിളിക്കണമെന്ന് ചോദിച്ചാൽ അവസാന സങ്കടം നമ്മൾ പറയുന്നതിന് മുമ്പ് അമ്മ
അമ്മയുടെ സങ്കടം കേൾക്കുമ്പോൾ നമ്മൾ തന്നെ അമ്മയോട് പറയും അമ്മയെ പോട്ടെ, അമ്മ വിഷമിക്കേണ്ട പോട്ടെ, നമ്മുടെ സങ്കടം കേൾക്കുന്നത്. പക്ഷെ അപ്പം തിരിച്ചാ ഒരു അക്ഷരം ഞാൻ എന്റെ സൗണ്ട് മാറി പുള്ളിക്കറിയാം. സൗണ്ട് മാറി അമ്മയ്ക്കും അറിയാട്ടാ. പക്ഷെ അമ്മ പതുക്കെ മനസ്സിലാക്കുള്ളൂ. പക്ഷെ അപ്പനങ്ങനില്ല. ഞാൻ വിളിക്കുന്ന നേരത്ത് അപ്പാ എന്താടാ, അപ്പൊ ഒന്നുമില്ലപ്പ, എന്താ പറ്റിയ മോന്, അത്ര ചോദ്യങ്ങളും എന്താ പറ്റിയ മോന്. അപ്പൊ ചെറു പ്രശ്നമുള്ളപ്പാ, പള്ളി പോടാ. അടുത്ത ഡയലോഗ് എന്താണെന്ന് ചോദിക്കുന്നില്ല, എന്താ പ്രശ്നം പോലും ചോദിക്കില്ല. പുള്ളി അടുത്ത പറയുന്ന ഡയലോഗ് എനിക്കറിയാം, പള്ളി പോടാ, ഓമയ്ക്ക് പള്ളി പോകും, പള്ളി പോയി, വേറെ എവിടെ പോകണം, പള്ളി പോകും, ആരോടും പറയണം, പള്ളി പോയി, ഇത്രേ പറയുള്ളൂ. അപ്പം വയ്ക്കാട്ട, പള്ളി പോകാം. ഞാൻ ഇന്നും ചിന്തിക്കാറുണ്ട്, പുള്ളിയുടെ ഒറ്റ ഉത്തരവുണ്ട്, പള്ളി പോകും, പ്രാർത്ഥിക്കും. ഞാൻ ഇന്ന് പറഞ്ഞ 10ാം ക്ലാസ്സിലെ പരീക്ഷ എടുക്കാം, SSLC പരീക്ഷ. ഞാൻ പറഞ്ഞ മാത്സിന്റെ പരീക്ഷ 2 മണിക്കൂർ പോവാ, 2 മണിക്കൂർ പോകും. നേരത്തെ പഠിച്ചോട്ടെ. അപ്പൊ 10ാം ക്ലാസ്സിലെ മെയിൻ എക്സാം അല്ലേ, അപ്പൊ SSLC പരീക്ഷയിലപ്പാ 2 മണിക്കൂർ പോവാ. ഞാൻ നിങ്ങൾക്കറിയാലോ, ഞങ്ങള് എല്ലാ ദിവസവും നമുക്ക് കുർബാനയിൽ ആരാധനയുണ്ട്. നിങ്ങൾക്കറിയാലോ, എല്ലാ ദിവസവും രാവിലെ 6 മണിക്കാണ്. എല്ലാ ദിവസവും ഞങ്ങളുടെ ആരാധന മനസ്സിലാണ്. എല്ലാ ദിവസവും ആരാധനയുണ്ട് ഞങ്ങൾക്ക്. അപ്പോ ഞാൻ അപ്പോഴോട് അപ്പൊ 2 മണിക്കൂർ പോവാ. അപ്പോഴെടുത്തോടി പറഞ്ഞേ, എന്റെ പൊന്നു മോനെ, മോനെ SSLC പരീക്ഷയ്ക്ക് തോറ്റാലും അപ്പന് പ്രശ്നമില്ല, പക്ഷെ പഠിക്കണം. പള്ളി പോകാത്ത, പ്രാർത്ഥിക്കാതെ കിടത്തി ഉറക്കി ഈ സാധനം എന്റെ അപ്പൻ. ഞങ്ങൾക്ക് ഒരിക്കലും ഒരു കല്യാണം കഴിഞ്ഞിട്ട് എന്റെ വീട്ടിൽ വരാം 11:30 മണിയായി. 11:30 മണി. ഈ മുതല് വന്നിട്ട് പറയാ പായിരിക്കാൻ. ഞാൻ വിചാരിച്ചു കർത്താവ് കിടന്നുറങ്ങാനായിരുന്നു. ഞാൻ നോക്കുമ്പോ ഈ പുള്ളി തന്ത മുട്ടുത്തിക്ക പ്രാർത്ഥിക്കാന്ന് 11:30 മണിക്ക്. ഇന്ന് പ്രാർത്ഥിച്ചിട്ടില്ല, പ്രാർത്ഥിക്കാന്ന്. ഞാൻ എന്തിനെ വിളിക്കുന്ന കാരണമാണ് പറയോ, മക്കളെ പ്രാർത്ഥിക്കാൻ പഠിക്കില്ലേ, ബാക്കിയൊക്കെ തമ്മിലാൻ നോക്കിക്കോളൂ. ഇത് പഠിക്കുന്നവർക്കൊക്കെ എന്തുട്ടാ. അതുകൊണ്ട് നാളെ വരുമ്പോ എനിക്ക് റിക്വസ്റ്റാ, അച്ഛൻ അപേക്ഷിക്കുക, നിങ്ങളുടെ മക്കളെ കൊണ്ടാണ് അവര് വചനം കേൾക്കട്ടെ. ഞാനൊക്കെ അവർക്കറിയോ, ഞങ്ങളൊക്കെ പുറത്തു പോയി പഠിക്കുന്നവരാ. ഈ +2 ഒക്കെ 10ാം ക്ലാസ് നേരത്തെങ്കിലും +2 ഒക്കെ പുറത്തു പോയി പഠിക്കണേ. ഞങ്ങൾക്കൂടി ഈ അസൈൻമെന്റ്സും ഈ പ്രോജക്ട് വർക്കുകളും ഒക്കെ ഉണ്ട് ഞങ്ങൾ പഠിച്ചിട്ടുള്ള കാലഘട്ടത്തിൽ. സത്യമായിട്ട് പറഞ്ഞേ, എന്നെ കണ്ട 19 വയസ്സൊക്കെ പറയുമ്പോൾ അത്രയൊന്നും ഇല്ല കേട്ടോ. അപ്പൊ അത്രയൊക്കെ വയസ്സായി പോട്ടെ. അപ്പോ ഈ ഞാൻ ഓർക്കാണ്ട് ഞങ്ങള് ഈ 3 മണിക്കൂർ പ്രാർത്ഥന കഴിഞ്ഞിട്ടാ ഈ പുറത്തു പോയി +2 ഒക്കെ പഠിക്കണേ. പഠിക്കാൻ വേണ്ടിട്ട് ഏകദേശം 1 മണിക്കൂറാ. പക്ഷെ ക്ലാസ്സിൽ അസൈൻമെന്റ് ഒക്കെ ചെയ്യാണ്ട് വരുമ്പോൾ ഞങ്ങളെ പുറത്തിറക്കി നിർത്തിയിട്ടുണ്ട് പലപ്പോഴും. പക്ഷെ മെയിൻ എക്സാം വരുമ്പോ അത് ഫസ്റ്റ് ഞങ്ങൾക്ക് അറിയും. ഞങ്ങൾ 14 വരെ പുറത്തുപോയി പഠിക്കുന്നത്, ഞങ്ങൾക്ക് 14 പേർക്കായിരിക്കും മെയിൻ എക്സാമിന് ഫസ്റ്റ്. ഞങ്ങൾ ടീച്ചർമാർ ചോദിക്കും, ഒരു അസൈൻമെന്റ് ഇല്ല, ഒരു പ്രോജക്റ്റ് കൃത്യമായിട്ട് കൊണ്ടിട്ടില്ല, പഠിച്ചിട്ട് വരാൻ നേരമില്ല, എങ്ങനെയാണ് നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടുന്നത്? ഒറ്റ ഉത്തരവുള്ളൂ, ദൈവം. അതുകൊണ്ട് നമ്മൾ ബൈബിളിൽ പറഞ്ഞ ഒറ്റ വചനം, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ദൈവത്തിന്റെ അടുത്ത് പോകാം. എനിക്ക് നാളെ ഉള്ള റിക്വസ്റ്റ് നേരെ കൂടെ എടുത്തു, സോറിട്ടാ, നാളെ വരുമ്പോ നിങ്ങളുടെ കുടുംബത്തേക്ക് പോകാം, അവരൊന്നിച്ചൊന്ന് വചനം കേൾക്കട്ടെ, ഒരു വചനെങ്കിലും പഠിക്കട്ടെ. പഠിത്ത കഥ കഴിഞ്ഞിട്ട് മതി. നമ്മളൊക്കെ കൊടുക്കേണ്ടതാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ പഠനത്തിന് ഇമ്പോർട്ടൻസ്, ദൈവത്തിനല്ല. ദൈവത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, പഠനം വന്നോളൂ. അതുകൊണ്ട് തമ്പരാൻ തരികയില്ല. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കും, അതിനോടൊപ്പം എല്ലാം ബാക്കിയുള്ളതൊക്കെ തരും. അത്താരിന്റെ ദൈവത്തിന് വിലങ്ങി നിൽക്കണം കേട്ടോ. അപ്പൊ അതുകൊണ്ട് നാളെ വരുമ്പോ കുടുംബം അടക്കവാ, ജോലി കഴിഞ്ഞിട്ടാണെങ്കിൽ കെട്ടി വിളിച്ചിട്ടാ, ചേട്ടാ കൂടാ, ഒരു പൊട്ടനച്ചനാ വാ, ധൈര്യമായിട്ട് പറഞ്ഞോ, അങ്ങനെ കൊണ്ടുവരാം കേട്ടോ. വലിയ കുഴപ്പമൊന്നുമില്ല, പിന്നെ ദൈവത്തെ പറഞ്ഞു പൊക്കോളൂ, ഒന്നും ചോദിക്കൊന്നുമില്ല, വാ കേട്ടോ. അപ്പൊ നാളെ വരുമ്പോൾ നിങ്ങളുടെ കൂടെ ഉള്ളവരെ വിളിച്ചിട്ട് വരാം. ഇത് കുഴപ്പമില്ലയോ, നിങ്ങൾ സ്ത്രീകൾ മുഴുവൻ കൺവെൻഷനൊക്കെ നോക്കി വീട്ടിൽ ചെന്നപ്പോ ഭർത്താവ് കുടിച്ചിട്ട് 4 കാലം വരണം. അപ്പൊ പറയാ, എന്റെ ഉള്ളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനാണ്. അപ്പ കിട്ട് 2 കൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് പറഞ്ഞ വചനം കേൾക്കാനും പ്രാർത്ഥിക്കാനും ഒന്നിച്ചു വാ കേട്ടോ. നാളെ ജീവിതത്തിൽ മാറ്റുന്നു. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നാളെ വരുമ്പോൾ റിക്വസ്റ്റ് പറഞ്ഞേക്കാം, കൂടെയുള്ളവരെ കൊണ്ടുവരുന്നത് 2 കൈ മാറിക്കണം കേട്ടോ. അത് പറഞ്ഞേക്കാം. അപ്പൊ നാളെ വരുമ്പോൾ
പ്രാവശ്യത്തിൽ വചനം പഠിക്കാൻ പറ്റില്ല. നമുക്ക് യോഹന്നാൻ 4:4 നിന്റെ ഉള്ളിലുള്ളവൻ നിന്റെ ഉള്ളിലുള്ളവൻ അതിന്റെ ഞാൻ പറഞ്ഞു നിന്റെ ഉള്ളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ നാളെ കാണാം. വരുവോ? നേരത്തെ വരുവോ? അപ്പൊ എല്ലാവരും കൂടി വാ, നാളെ പ്രാർത്ഥിക്കാം കേട്ടോ. താങ്ക് യു. സമാധാന പ്രാർത്ഥനയ്ക്കും ആശീർവാദത്തിനുമായി കരുണാസമ്പന്നനായ ദൈവമേ, ഈ അനുഗ്രഹീതമായ നല്ല നിമിഷങ്ങൾക്കായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം നൽകുന്നു. ഈ രാത്രികാലം അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ച ദൈവികമായ ശബ്ദത്തിനായി സ്തോത്രം ചെയ്യുന്നു. ജീവിതത്തിൽ പ്രതിസന്ധികൾ വന്നാലും ഭാരങ്ങൾ വന്നാലും പ്രയാസങ്ങൾ വന്നാലും തളർന്നു പോകാതെ ദൈവകരങ്ങളിൽ തിരിച്ചു മുന്നേറാനുള്ള ദൈവശക്തി അവിടുന്ന് ഞങ്ങളിൽ പകർന്നതിനായി സ്തോത്രം ചെയ്യുന്നു. തിരുവനന്തപുരത്തിലൂടെ ദൈവം ഞങ്ങളോട് അവിടുന്ന് സംവേദനം ചെയ്തതിനായി സ്തോത്രം. തിരുവനന്തപുരത്തിലൂടെ ദൈവം ഞങ്ങളെ ബലപ്പെടുത്തിയതിനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം കരയുന്നു. കൃപ നിന്റെ മക്കൾക്ക് അവിടുന്ന് നൽകണമേ. ഇന്നത്തെ ഈ ആരാധനയിൽ പങ്കെടുത്ത ദൈവവചനം ശ്രമിച്ച എല്ലാ ദൈവമക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ഒരു ആത്മശക്തിയാൽ നിന്റെ മക്കൾ നിറയ്ക്കണമേ. കേട്ട വചനപ്രകാരം ജീവിതങ്ങളെ ക്രമീകരിച്ച് ഏറ്റവും ധന്യമായ ജീവിതം നയിപ്പാൻ അവിടുന്ന് ഇടയാക്കണമേ. പ്രസ്താവിച്ചിട്ട് അച്ഛനെ അവിടുത്തെ ആത്മാവ് കൊണ്ട് ബലപ്പെടുത്തി ദൈവം ശക്തീകരിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം. ഞങ്ങളെ ഇപ്പോൾ സമാധാനത്തോടെ അനുഗ്രഹത്തോടെ പറഞ്ഞേക്കും. ദൈവകരെ ഞങ്ങളോട് കൂടെ എല്ലാ മഹത്വമുണ്ടെന്ന് സ്വീകരിക്കും. ക്രിസ്തയേശു മുഖാന്തരം ഞങ്ങളുടെ പ്രാർത്ഥന കൃപതോടെ കേൾക്കണമേ. ആമേൻ. ആശീർവാദം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ കൂട്ടായ്മയും സഹവാസവും പ്രിയമുള്ളവരെ നിങ്ങളെല്ലാം അനുഭവം ഇന്നും എന്നേക്കും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. Wonderful.
അതിനായി ഗാനങ്ങൾ ആരംഭിക്കാൻ സ്വീകരിച്ചു. ഇന്നത്തെ ഗാനശുശ്രൂഷ അനുഗ്രഹമാക്കുന്നതിനാണ് ദിവസങ്ങളിലും നിങ്ങൾക്ക് ദൈവാലയത്തിൽ നേരത്തെ പലവരങ്ങളായ ഗാനങ്ങൾ പാടി ആരാധനയെ